പാരാമെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെ തൃശൂരിലെ പ്രമുഖ സ്ഥാപനമായ മിനർവ അക്കാദമിയിൽ വെർച്വൽ റിയാലിറ്റി എഡ്യൂക്കേഷണൽ പ്രോഗ്രാം ആരംഭിച്ചു. തൃശൂർ മാതൃഭൂമിക്ക് സമീപമുള്ള മിനർവ അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ വെർച്വൽ റിയാലിറ്റി എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ നിർവഹിച്ചു. മിനർവ അക്കാദമി ഡയറക്ടർ സി രാജേഷ് അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഈ വെർച്വൽ റിയാലിറ്റി എഡ്യൂക്കേഷൻ എന്ന ഒരു പാഠ്യ പദ്ധതിയാണ്. അതുപോലെ നമുക്ക് എങ്ങനെയാണ് ക്ലാസ്സുകൾ ഒന്നുകൂടി മെച്ചപ്പെട്ടതാക്കാൻ പറ്റുക, എങ്ങനെയാണ് നമുക്ക് വിദ്യാഭ്യാസം നല്ല രീതിയിലേക്ക്, ഇന്ന് മോഡേൺ ടെക്നോളജിയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ എല്ലാം വിശദമായ അടുത്ത അതിൽ ജോസ്മൻ സാർ നമുക്ക് പറഞ്ഞു തരും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് അറിയാം, നമുക്ക് ഏറ്റവും തിരക്കിൽ നിന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ഇന്ന് ഈ ഉദ്ഘാടന വേദിയിൽ ഉദ്ഘാടനം നിർവഹിക്കുന്ന നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ സാറിനോട് വളരെ ആത്മാർത്ഥമായിട്ട് എൻ്റെ നന്ദിയോടെ ഈ ഒരു സമയത്ത് ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ്. പ്രശസ്ത മ്യൂസീഷ്യനും മോട്ടിവേഷണൽ ട്രെയിനറുമായ മനോജ് കമ്മത്ത്, കേരള പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓണേഴ്സ് ആൻഡ് സ്റ്റാഫ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജോസ് മോൻ എന്നിവർ സംസാരിച്ചു. വെർച്വൽ റിയാലിറ്റി എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിന്റെ ഡെമോൺസ്ട്രേഷനും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. സോഫ്റ്റ്വെയറുകളുടെ സഹായത്താൽ ത്രിമാന സാങ്കേതികത ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വെർച്വൽ റിയാലിറ്റി മെഡിക്കൽ പാരാമെഡിക്കൽ വിദ്യാഭ്യാസത്തിനായി പ്രയോജനപ്പെടുത്തുന്നതോടെ മിനർവ അക്കാദമി വളർച്ചയുടെ പുതിയ പടവുകൾ പിന്നിടുകയാണ്. 2007 പ്രവർത്തനം ആരംഭിച്ച മിനർവ അക്കാദമിയിൽ വിദഗ്ധരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ വിവിധ പാരാമെഡിക്കൽ കോഴ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് മികച്ച പരിശീലനമാണ് നൽകി വരുന്നത്. പ്രായോഗിക പരിശീലനത്തിനായി വിവിധ ആശുപത്രികളിൽ ഇന്റേൺഷിപ്പ് സൗകര്യവും വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്നുണ്ട്. കൂടാതെ മോക്ക് ഇന്റർവ്യൂ സെഷൻ, വിദഗ്ധർ നയിക്കുന്ന സെമിനാറുകൾ, വീഡിയോ പ്രസന്റേഷൻസ് തുടങ്ങിയവ മിനർവ അക്കാദമിയുടെ സവിശേഷതകളാണ്. അഡ്മിഷൻ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9995373833. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.